back to my channel for the sake of love and peace. എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും വളരെയധികം താങ്ക്സ് ഉണ്ട്. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചൈൽഡ്ഹുഡ് ട്രോമ എന്നൊരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ്. ട്രോമ മീൻസ് അൺഹീൽഡ് വൂണ്ട് എന്നാണ് അർത്ഥം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണങ്ങാത്ത മുറിവ്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ചൈൽഡ്ഹുഡിൽ എന്തെങ്കിലുമൊക്കെ ബിറ്റർ ബാഡ് എക്സ്പീരിയൻസസ് ഉണ്ടായിക്കാണും. എല്ലാവരുടെയും ലൈഫിൽ ആർക്കും അതിനൊരു എക്സെപ്ഷൻ ഇല്ല. എല്ലാവരുടെയും ലൈഫിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടായിക്കാണും. ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് ഒരു വേദനയായിട്ട് അത് നമ്മുടെ മനസ്സിൽ കിടക്കുന്നുണ്ടാവും. ഒരുപക്ഷെ നമ്മുടെ ബോധത്തോടു കൂടിയായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ അറിവോടുകൂടെ അല്ലാണ്ട് ഉണങ്ങാതെ ആ മുറിവ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നതിനാണ് ആ ചൈൽഡ്ഹുഡ് ട്രോമ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ലോകത്ത് എല്ലാവരിലും ഉണ്ടാകാൻ ഒരു ട്രോമ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മളെ പാരൻസ് വളർത്തുമ്പോൾ ഒരു പാരൻസും എങ്ങനെ കുട്ടികളെ വളർത്തണേ എന്നുള്ള ഒരു മാനുവൽ കിട്ടിയിട്ടല്ല അവരെല്ലാവരും കുട്ടികളെ വളർത്തുന്നത്. അവരുടെ അന്നത്തെ അറിവുകളും അന്നത്തെ ടൂൾസും അന്നത്തെ ഒരു സാഹചര്യങ്ങളുടെയൊക്കെ ബേസിലായിരിക്കും അവരെല്ലാവരും കുട്ടികളെ വളർത്തുന്നത്. നമ്മളെല്ലാവരെയും വളർത്തിയിരിക്കുന്നത് അങ്ങനെയായിരിക്കും നമ്മുടെ പാരൻസ്. അപ്പോൾ അവിടെയൊക്കെ നമ്മളൊരു കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾക്ക് കുറേ അൺമെറ്റ് നീഡ്സ് ഉണ്ടാകും. അതായത് നമ്മുടെ ചില ആവശ്യങ്ങളല്ല, നീഡ്സ്. വാണ്ടും നീഡും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. വാണ്ട് എന്ന് പറഞ്ഞാലും ആവശ്യം എന്നാണ്, നീഡ് എന്ന് പറഞ്ഞാലും ആവശ്യം എന്നാണ്. പക്ഷെ നീഡ് എന്ന് പറയുന്നത് അത്യാവശ്യമായിട്ടുള്ള ആവശ്യങ്ങൾ. ആ ആവശ്യങ്ങൾ നടത്തപ്പെടാതെ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ബാഡായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവും. അത് നമുക്ക് ആരെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റാതെ നമ്മുടെ മനസ്സിൻ്റെ അകത്ത് കിടപ്പുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒത്തിരി ഉണങ്ങാത്ത മുറിവ് എല്ലാവരുടെയും അകത്തുണ്ടാവും. അത് ആരുടെയും കുറ്റമല്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ സംഭവിക്കുന്നതാണ്. എല്ലാ കുഞ്ഞുങ്ങളുടെയും മനസ്സിൽ അങ്ങനെ ഉണ്ടാവും. അവർ വളർന്ന് വലുതായി വരുമ്പോൾ ആ ഒരു മുറിവ് അങ്ങനെ ഉണങ്ങാതെ അതിൻ്റെ അകത്ത് കിടപ്പുണ്ടാവും. അത് ആ വളർന്നു വരുമ്പോൾ അവർക്കും തന്നെ അറിയാൻ പറ്റിയെന്ന് വരില്ല ഇങ്ങനെ ഒരു മുറിവ് അകത്ത് ഉണങ്ങാതെ കിടപ്പുണ്ടെന്നുള്ളത്. അവർക്കും അറിവുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു ചൈൽഡ്ഹുഡ് ട്രോമ അതിലൂടെ കടന്നുപോയ കുട്ടികളെ എല്ലാവർക്കും അവരുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ചൈൽഡ്ഹുഡ് ട്രോമ നമ്മുടെ ലൈഫിൽ നമ്മൾ മുന്നോട്ട് പോകുന്ന എല്ലാ ആക്ടിവിറ്റീസിലും ആ ഒരു ട്രോമയുടെ എഫക്റ്റ് വന്നുകൊണ്ടിരിക്കും. അതിപ്പോൾ റിലേഷൻഷിപ്പിലായാലും ഫ്രണ്ട്ഷിപ്പിലായാലും പാരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പിലായാലും നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിലായാലും എവിടെയൊക്കെ നമ്മളുടെ ലൈഫിൽ നമ്മൾ ആക്ടിവിറ്റീസിൽ നമ്മൾ എൻഗേജ് ആവുന്നുണ്ടോ അവിടെയൊക്കെ ആ ചൈൽഡ്ഹുഡ് ട്രോമയുടെ ഒരു ബാഡ് എഫക്റ്റ് നമ്മളിൽ നിന്ന് നമ്മൾ അറിയാതെ തന്നെ പുറത്തേക്ക് വരുന്നുണ്ടാവും. അത് നമ്മൾ അറിയുന്നുണ്ടാവില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് അറിയപ്പെടാതെ പോകുന്നതാണ്. അതിനെപ്പറ്റി നമ്മൾ അറിയുക, അല്ലെങ്കിൽ അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പം ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ ചൈൽഡ്ഹുഡ് ട്രോമയെ പറ്റി. അപ്പോൾ ഈ ചൈൽഡ്ഹുഡ് ട്രോമ ആയിട്ട് ഇത്ര ബന്ധപ്പെട്ട് എൻ്റെ ലൈഫിൽ തന്നെ ഒത്തിരി ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ അതിനെ തിരിച്ചറിഞ്ഞിട്ട് എന്താണ് എൻ്റെ ലൈഫിൽ സംഭവിച്ചത്, അപ്പോൾ അത് എൻ്റെ ഇപ്പോഴുള്ള ലൈഫിനെ അതെങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ തന്നെ അനലൈസ് ചെയ്യേണ്ടി വരും. അങ്ങനെ അനലൈസ് ചെയ്യണമെങ്കിൽ നമ്മളിലേക്ക് തന്നെ കുറച്ച് ചിന്തിക്കേണ്ടതായിട്ട് വരും. ഇപ്പം ഈ ചൈൽഡ്ഹുഡ് ട്രോമയ്ക്ക് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എല്ലാ കുട്ടികളെയും പാരൻസ് പേടിപ്പിച്ചാണ് വളർത്തുന്നത്. പാരൻസ് മാത്രമല്ല, ടീച്ചേഴ്സ് ആയാലും നമ്മളെവിടെയൊക്കെ നമ്മളെക്കാൾ മുതിർന്നവരുടെ അടുത്ത് നമ്മൾ എന്തൊക്കെ ലേണിങ്ങിന് വേണ്ടിയിട്ട് പോകുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിലായാലും നമ്മളെക്കാൾ മുതിർന്നവർ എവിടെയും കുഞ്ഞുങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നൊരു ഇമോഷനാണ് പേടി എന്ന് പറഞ്ഞാൽ. പേടി എല്ലാത്തിനെയും പേടിപ്പിച്ച് വളർന്നത്. നമ്മുടെ പാരൻസിനെ പേടിക്കുന്നു, ടീച്ചേഴ്സിനെ പേടിക്കുന്നു. അങ്ങനെ നമ്മുടെ ലൈഫിൽ നമ്മൾ മുതിർന്നവരെല്ലാവരെയും പേടിച്ച് വളർത്തിയ ഒരു ജനറേഷനായിരുന്നു നമ്മുടെ എല്ലാവരുടെയും ജനറേഷൻ. അപ്പോൾ അന്നത്തെ അറിവുകൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് അവരന്നങ്ങനെ പേടിപ്പിച്ച് വളർത്തിയത്. ശരിക്കും പേടിപ്പിച്ചല്ല വളർത്തേണ്ടത്. റെസ്പെക്റ്റ്, ബഹുമാനം. നമ്മുടെ പാരൻസ് ആയാലും നമ്മളോട് മുതിർന്നവരായാലും ടീച്ചേഴ്സായാലും അവരെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം എന്നാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. അതിന് പേടിപ്പിക്കുകയല്ല വേണ്ടത്. അപ്പോൾ ഈ പേടിപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ
ഒരു പേടി മാത്രമല്ല, നമ്മളിപ്പോൾ എന്തെങ്കിലും വിശ്വാസങ്ങളുണ്ടെങ്കിൽ ആ വിശ്വാസങ്ങളിലും നമ്മൾ നീ അങ്ങനെ ചെയ്താൽ നിന്നെ ഇങ്ങനെ ചെയ്യും, നിനക്ക് ഇങ്ങനെ നീ അങ്ങനെ ചെയ്തതിൻ്റെ നിനക്ക് ഇങ്ങനെ ഒരു പണിഷ്മെന്റ് ശിക്ഷ കിട്ടും. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ആ കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് പേടി എന്നുള്ളൊരു ഇമോഷനാണ് എല്ലാ പാരൻസും ചെറുപ്പത്തിൽ ഇട്ടുകൊടുക്കുന്നത്. ആ പേടിയിലൂടെ അവൻ വളർന്ന് വലുതായി കഴിയുമ്പോൾ ആ ഒരു പേടിയുടെ ഒരു പോർഷൻ മനസ്സിലുണ്ടാവും. ആ പേടിയിലൂടെയാണ് പിന്നെ ലൈഫിലെ എല്ലാ ആക്ടിവിറ്റീസിലൂടെ അവൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൽ മെയിനായിട്ട് പറയുന്ന തിങ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേഷൻഷിപ്പാണ്. റിലേഷൻഷിപ്പിൽ പേടി വരുമ്പോൾ ആ പേടിനെ കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ പല ഇമോഷൻസ് പുറത്തോട്ട് കാണിക്കും. അതായത് ദേഷ്യമായിട്ടും സങ്കടമായിട്ടും, അല്ലെങ്കിൽ മറ്റേ ആൾ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ആണായാലും പെണ്ണായാലും ഭാര്യയായാലും ഭർത്താവായാലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ കുറ്റം പറഞ്ഞിട്ട് നീ അങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത് എന്ന് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഒരു പരസ്പരം കുറ്റപ്പെടുത്തലിൻ്റെയും പരസ്പരം പരിഭവം പറയുന്നതിൻ്റെയും ഇടയിലേക്ക് എത്തിക്കുന്നു. അപ്പം അതിനെല്ലാം ബേസായിട്ട് ഒരു റീസൺ എല്ലാവരുടെ മനസ്സിൻ്റെ അകത്തുണ്ടാവും. ആ റീസണെ കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നെ ഈ ചൈൽഡ്ഹുഡ് ട്രോമ എന്ന് പറയുന്നത്. അതിപ്പോൾ നമ്മൾ സ്വയം നമ്മളിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മൾ കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്കതിനെ ഹീൽ ചെയ്ത് ഏതൊരു റിലേഷനായാലും ഏതൊരു റിലേഷൻഷിപ്പും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ നമുക്ക് അതെന്ത് ചെയ്യണമെന്ന് അറിയില്ല. ആ ഒരു ഇമോഷൻ, ഞാനിപ്പോൾ ആ ഫിയറിനെ കുറിച്ച് മാത്രമാണ് ഞാൻ സംസാരിക്കണത്. അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസും കാരണങ്ങളും ഉണ്ട് ഈ ചൈൽഡ്ഹുഡ് ട്രോമയുടെ പിന്നിലായിട്ട്. അപ്പോൾ നമുക്ക് ആ പേടി നമ്മൾ വലുതായി അഡൾട്ടായി കഴിയുമ്പോൾ ആ പേടിയെ നമ്മൾ ഒന്ന് അനലൈസ് ചെയ്യാൻ നോക്കണം. കാരണം എന്തിനെയാണ് പേടിക്കുന്നത്, എന്താണ് കാര്യം എന്നുള്ളത് നമ്മൾ തന്നെ നമ്മളുടെ ഉള്ളിലോട് ചോദിച്ചാൽ മാത്രമേ അതിനുള്ള ആൻസർ കിട്ടുള്ളൂ, അതിനുള്ള പരിഹാരം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പം എൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്നെയും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ പാരൻസ് അങ്ങനെ, പക്ഷെ അവർക്ക് സ്നേഹമില്ലാത്തതുകൊണ്ടോ ഒന്നുമല്ല, അവരുടെ പാരൻസ് അവരെ അങ്ങനെ വളർത്തിയേക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ വളർത്തുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിലെടുത്ത തീരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മക്കളെ ഒരിക്കലും എൻ്റെ പാരൻസ് എന്നെ വളർത്തിയത് എങ്ങനെയാണോ അങ്ങനെ വളർത്തില്ല എന്നുള്ളൊരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്ത ആളാണ് ഞാൻ. അപ്പം അത് ആ പേടി മാറിയാൽ മാത്രമേ നമുക്കത് പ്രാക്ടിക്കലാവുള്ളൂ. അപ്പം ഈ പേടി എങ്ങനെ മാറും, അല്ലെങ്കിൽ ആ ഒരു ചൈൽഡ്ഹുഡ് ട്രോമയിലെ ഏത് ഇമോഷനാണോ അല്ലെങ്കിൽ എന്ത് കാര്യമാണോ അതെങ്ങനെ മാറ്റണം എന്നുള്ളത് നമ്മൾ സ്വയം അതിന് കണ്ടുപിടിച്ച് നമ്മൾ സ്വയം അതിലേക്ക് ഇറങ്ങി തിരിച്ചത് റെഡിയാക്കിയാൽ മാത്രമേ അത് ഓക്കെ ആവുള്ളൂ. അല്ലാതെ നമ്മളെ ആരെയും ഹെൽപ്പ് ചെയ്യാൻ പറ്റേയില്ല, അത് ചെയ്യാൻ പറ്റില്ല, നമ്മൾ തന്നെ ചെയ്യണം. അപ്പം നമ്മുടെ ജനറേഷൻ വരെ ആ ഒരു പേടിയിലൂടെ വളർന്നു വന്നു കഴിയുമ്പോൾ നമ്മളതിനെക്കുറിച്ച് തിരിച്ചറിവാവുക, നമ്മളതിനെക്കുറിച്ച് അവയർനെസ് ഉണ്ടാവുക. എന്നിട്ട് നമ്മുടെ കുട്ടികളെ ആ ഒരു പേടി എന്ന് പറഞ്ഞാൽ ആ ഒരു ഇമോഷനെ കൂടെ വളർത്താതെ അവർക്ക് ഫ്രീ ആയിട്ട് ചിന്തിക്കാനും ഫ്രീ ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ മക്കളിൽ വളർത്തിയെടുക്കൽ മാത്രമേ നെക്സ്റ്റ് ജനറേഷനിലേക്ക് അത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാണ്ട് നോക്കാൻ ഒരു വഴിയുള്ളൂ. ഇപ്പം എനിക്ക് പേടിയുണ്ടെങ്കിൽ എൻ്റെ പേടി എൻ്റെ മക്കളിലേക്കും അത് ട്രാൻസ്ഫർ ആയിപ്പോൾ വീണ്ടും അവരുടെ ജനറേഷനിലും അത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അക്കോർഡിംഗ് ടു മീ ഞാനത് ബ്രേക്ക് ചെയ്ത ആളാണ്. എൻ്റെ ഈ ജനറേഷനിൽ വെച്ചിട്ട് ഞാനത് ബ്രേക്ക് ചെയ്തിട്ട് എൻ്റെ മക്കളിലേക്ക് ആ പേടി കിട്ടാണ്ട് ഞാൻ എന്നെക്കൊണ്ടാവും വിധം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം എന്ന് വെച്ചാൽ എൻ്റെ ഇവിടെ വെച്ചിട്ട് അത് ബ്രേക്ക് ആവുകയാണ്. അപ്പം അത് ബ്രേക്ക് ആകുമ്പം ആ പേടി ഇല്ലാതാവുമ്പോഴും ദാറ്റ് ഈസ് നോട്ട് ഈസി അറ്റ് ഓൾ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ളവരിൽ നിന്ന് നമുക്ക് ഒരുപാട് വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും എല്ലാം അനുഭവിക്കേണ്ടി വരും. പക്ഷേ അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറായി മാത്രമേ ഈ ഒരു ചൈൽഡ്ഹുഡ് ട്രോമ, ഇപ്പം ഞാൻ അനുഭവിച്ച ചൈൽഡ്ഹുഡ് ട്രോമ ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്തിട്ട് എൻ്റെ മക്കളിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യാണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഞാനത് ബ്രേക്ക് ചെയ്യണം. അപ്പോൾ അതിനുള്ള റിസ്ക്കും അതിനുള്ള കറേജും കാണിച്ചേ പറ്റൂ. അപ്പോൾ അതാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാണ് ചൈൽഡ്ഹുഡ് ട്രോമ എന്ന് പറഞ്ഞൊരു
ആ ഒരു സംഭവത്തിനെ കുറിച്ചുള്ള എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്. അതുപോലെ ഒരുപാട് ഇൻസിഡൻസ് എല്ലാവരുടെയും ലൈഫിൽ ഉണ്ടായിക്കാണോ, അത് നമ്മൾ തന്നെ സ്വയം തിരിച്ചറിഞ്ഞ് അതിനെ ഇല്ലാണ്ടാക്കി നല്ല രീതിയിലുള്ളൊരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എനിക്ക് അതേ നടക്കുള്ളൂ. ഇപ്പം എല്ലാ പാരൻസും കുട്ടികളെ വളർത്തുമ്പോൾ എല്ലാ പാരൻസിൻ്റെയും ഒരു ചിന്ത എങ്ങനെയായിരിക്കും, എനിക്ക് നടക്കാത്തത് എൻ്റെ മക്കൾക്ക് നടത്തി കൊടുക്കണം, അല്ലെങ്കിൽ എനിക്ക് കിട്ടാത്ത കാര്യങ്ങൾ എൻ്റെ മക്കൾക്ക് ചെയ്തു കൊടുക്കണം. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതിന് പകരം അവർക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് അവർക്ക് കൊടുക്കാൻ, പാരൻസിന് മക്കൾക്ക് കൊടുക്കാൻ പറ്റിയ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇമോഷണൽ സ്റ്റെബിലിറ്റിയാണ്. അതായത് ഇപ്പോൾ ഈ പറഞ്ഞ ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ ഏതൊരു ഇഷ്യൂസിനെയും ലൈഫിൽ മുന്നോട്ട് വന്ന എന്ത് പ്രശ്നത്തെയും ഒരു സ്റ്റെബിലിറ്റിയോടുകൂടി ഹാൻഡിൽ ചെയ്യാൻ പറ്റുക. ഒരുപാട് ഇമോഷൻസ്, കരച്ചിൽ അല്ലെങ്കിൽ ദേഷ്യം, ഷൗട്ട് ചെയ്യുക അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യുക, അങ്ങനെ വരാതെ ഇമോഷൻസിനെ സ്റ്റെബിലൈസ് ചെയ്ത് നല്ല രീതിയിൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ പാരൻസ് കുട്ടികൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യം. അതിന് നമ്മൾ ആദ്യം തന്നെ ഹീലാവണം. പാരൻസ് മുറിവിലൂടെയും സങ്കടങ്ങളിലൂടെയും വിഷമങ്ങളിലൂടെയും ഒക്കെ കടന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ മക്കളിലേക്ക് അത് ആ ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിലുള്ള എല്ലാ ഈ ചൈൽഡ്ഹുഡ് ട്രോമയായിട്ട് റിലേറ്റ് ചെയ്ത എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടോ അത് നമ്മൾ തന്നെ സ്വയം കണ്ടെത്തി അതെല്ലാം ഹീലാക്കി നല്ല രീതിയിലുള്ള ഇമോഷൻസ് നമ്മുടെ കുട്ടികളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ നമുക്ക് പറ്റണം. അതുകൊണ്ട് ജനറേഷനായിട്ട് ട്രാൻസ്ഫറായി വന്ന കാര്യങ്ങൾ, അതായത് മോശമായിട്ടുള്ള കാര്യങ്ങൾ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ലോകത്ത് ബാഡായിട്ട് എഫക്റ്റ് ചെയ്യണ എല്ലാ കാര്യങ്ങളും നമ്മളുടെ ജനറേഷനോടുകൂടി നമ്മളത് ബ്രേക്ക് ചെയ്ത് വരുന്ന നെക്സ്റ്റ് ജനറേഷനിലേക്ക് സ്നേഹവും കമ്പാഷനും ലവ് ആൻഡ് കമ്പാഷൻ അങ്ങനെ പോസിറ്റീവായിട്ടുള്ള ഇമോഷൻസ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. വിഷ് ചെയ്തുകൊണ്ട് താങ്ക് യു.